ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാടകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു 2000 കാടകളെ കൃഷി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലം കാണിച്ചായിരുന്നു. നേരത്തെ വീടിൻ്റെ ബാക്ക് വശത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ സ്ഥലപരിമിതികൾ മൂലം നമ്മൾ കുറച്ച് മാറിയിട്ടുള്ളൊരു സ്പേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിറച്ചും കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് വേണം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ അവിടുത്തെ വലിയ കാടുകളൊക്കെ അല്ലെങ്കിൽ വലിയ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറുതും വലുതുമായിട്ടുള്ള കുറേ മരങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇത് കട്ട് ചെയ്ത് കളയുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പണിയാണ്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഫാമിൻ്റെ അപ്ഡേഷൻ നിങ്ങളോട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാടകൃഷി ചെയ്യുന്നവർക്കും ആ കാടകൃഷി ഒന്നുകൂടി വിപുലീകരിക്കുവാനും അല്ലെങ്കിൽ പുതുതായിട്ട് കാടകൃഷി ചെയ്യുവാനും ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള ചെലവുകളും എത്രത്തോളം ആവും എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2000 കാടകളെന്ന് പറയുമ്പോൾ ചെറിയൊരു റിസ്കിങ് ഫാക്ടറാണ്. പക്ഷേ നമ്മളുടെ രണ്ട് പ്രാവശ്യം ചെയ്ത ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു ഏർണിങ്സ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.